ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. നെഹമ്യാവ് 3-ാം അധ്യായത്തിൽ അറ്റകുറ്റപ്പണികൾ തീർത്ത 10 വാതിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ സഭാജീവിതത്തിലും ആത്മീക ജീവിതത്തിലും പുനരുദ്ധരിക്കപ്പെടേണ്ട 10 മേഖലകളോട് ഇതിനെ ഉപമിക്കുവാനായിട്ട് സാധിക്കും. ആട്ടിൻവാതിൽ, മീൻവാതിൽ, പഴയ വാതിൽ, താഴ്വരവാതിൽ, കുപ്പവാതിൽ, ഉറവുവാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, കിഴക്കേ വാതിൽ എന്നിങ്ങനെയാണ് 9 വാതിലുകൾ. എന്നാൽ 10ാമത്തെ വാതിലിന്റെ പേര് അല്പം വ്യത്യസ്തമാണ്. 10ാമത്തെ വാതിലിന്റെ പേര് ഇങ്ങനെയാണ്: ഹമ്മിഫ്ഖാദ്. പരിശോധന എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കേസുകളും തർക്കങ്ങളും ഈ വാതിലിൽ വെച്ചാണ് ന്യായാധിപന്മാർ കേട്ട് പരിശോധിച്ച് തീരുമാനിച്ചിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തർക്കങ്ങളും കലഹങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, സമാധാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നമ്മളെല്ലാവരും ഒരു നീതിന്യായത്തിന്റെ അടുക്കിലേക്ക് പോകാറുണ്ട്. ന്യായാധിപന്മാരുടെ മുമ്പാകെ തീർപ്പ് കൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ എല്ലാ തർക്കങ്ങളും കലഹങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരിടമുണ്ട്, നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന്. സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പാകെ ചെല്ലുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. നമ്മുടെ എല്ലാ ആവലാതികളും തർക്കങ്ങളും സങ്കടങ്ങളും ഒക്കെയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. സമാധാന പ്രഭുവും നിത്യപിതാവുമായ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.